ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ UPS അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സോളാർ പാനലിൽ നിന്നും പാനൽ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ വൈദ്യുതി നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായ വൈദ്യുതി ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റായി തന്നെ നോക്കി തന്നെ സോളാർ പാനൽ ഒരു 260 വാട്ടിൻ്റെ ഒരു പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 260 വാട്ട് ഏകദേശം ഉപയോഗിക്കുന്ന വിക്രത്തിൻ്റെ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ഒറ്റ പാനലാണ് വെച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഏകദേശം 30 വോൾട്ടേജിലോളം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് 30-31 വോൾട്ട് ഔട്ട്പുട്ടും ഏകദേശം 9 ആംപിയർ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മാക്സിമം കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ പാനൽ 2 ടൈപ്പാണത്, മോണോ ക്രിസ്റ്റലുണ്ട്, പോളി ക്രിസ്റ്റലുണ്ട്. ഇത് പോളി ക്രിസ്റ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോണോ ക്രിസ്റ്റലിന് കുറച്ച് എഫിഷ്യൻസി കുറവായിരിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ഏകദേശം ഞാൻ പറഞ്ഞ 30-31 വോൾട്ടേജ് ഒരു ബക്ക് ബൂസ്റ്ററിലേക്കാണ് കൊടുക്കുന്നത്. ഇൻപുട്ട് സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ആ ലെഫ്റ്റ് സൈഡ് കാണിക്കുന്ന ഇൻപുട്ട് സെക്ഷൻ ഫേസ് ആ പാനലിൽ നിന്ന് വരുന്ന പ്ലസും മൈനസും കൊടുത്തു ഔട്ട്പുട്ട് റൈറ്റിൽ നമ്മൾ എടുക്കുന്നു. ഇതിപ്പോൾ ഓൾറെഡി പാനൽ കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെത് നമുക്ക് ബ്ലൂ ലൈറ്റാണ് കാണുന്നത്. ഇനി ചാർജിങ് സെക്ഷനിലേക്ക് എടുക്കുമ്പോൾ ആ ബ്ലൂ ലൈറ്റ് മാറി റെഡായി മാറും. ഈ 2 പ്രീസെറ്റുകളാണ് നമ്മൾ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്ക് എല്ലാ ഉപകരണങ്ങളും അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. 12 വോൾട്ടിൽ തന്നെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്നതാണ്. അപ്പോൾ ഈ 12 വോൾട്ടിലേക്ക് നമുക്കൊന്ന് ഇതിൽ നിന്നും റെഡ്യൂസ് ചെയ്ത് ഈ 30 വോൾട്ട് വെച്ചിരുന്ന പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ അതേ രീതിയിൽ തന്നെ ആംപിയർ നഷ്ടപ്പെടാതെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബക്ക് ബൂസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് 2 പ്രീസെറ്റ് ഉണ്ട്. ഈ പ്രീസെറ്റിൽ ഒന്ന് ആംപിയർ അഡ്ജസ്റ്റ് ചെയ്യാനും രണ്ടാമത്തേത് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനും. ഇതിപ്പോൾ ഏകദേശം ഒരു 13.5 വോൾട്ടേജാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീടുകളിലൊക്കെ ബാറ്ററിയൊക്കെ പോയ ഒരു വർക്കിംഗ് കണ്ടീഷനായ ഒരു UPS ആണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഐബാളിൻ്റെ ഒരു UPS ആണ്. ഇതിൽ നിന്നും 2 വയർ, അതായത് ബാറ്ററി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ബാറ്ററി ഓൾറെഡി ഇല്ല. ഈ ബാറ്ററിയിൽ നിന്നും ബാറ്ററി കണക്ട് ചെയ്യുന്ന 2 വയറുകളാണ് ഞാൻ ഈ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒന്ന് തുറന്നതിന് ശേഷം അതിൻ്റെ സർക്യൂട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും. ഓൾറെഡി നിങ്ങൾക്ക് പറയാം ഏകദേശം ബാറ്ററി 12 വോൾട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും അത് നമ്മൾ ചെക്ക് ചെയ്തുമ്പോൾ ഏകദേശം 12 അല്ലെങ്കിൽ 13 വോൾട്ടേജ് ഉണ്ടാവും. അതുകൊണ്ടാണ് സോളാർ ഞാൻ സെറ്റ് ചെയ്ത സമയത്ത് 13.5 വോൾട്ടേജിലേക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. അത് കുറച്ച് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോളാറിൻ്റെ ലൈറ്റ് ഇത് കുറഞ്ഞാൽ തന്നെയാണെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 3.5 വോൾട്ടേജ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ബാറ്ററി ഇരിക്കുന്നത്. ഈ ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന കണക്ഷനാണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. അതിൻ്റെ പ്ലസും മൈനസുമാണ്. ആ പ്ലസും മൈനസും ഒരു 2.5 വയർ 2.5 വയർ പുറത്തേക്ക് ജോയിൻ്റ് ചെയ്ത് പുറത്തേക്ക് ഇട്ടു. ഇനി ഈ വയറിലാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ സോളാർ പാനലിൽ നിന്നും, അതായത് ബക്ക് ബൂസ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്ന 13.5 വോൾട്ടേജ് ആ ബാറ്ററിയുടെ കണക്ഷനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോകണം. അത് നമ്മൾ കണക്ട് ചെയ്ത് ഫുൾ ഡീറ്റെയിൽ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അതിനുശേഷം ഇതിപ്പോൾ ഏകദേശം ഒരു ഐബാളിൻ്റെ UPS ആണെന്ന് ഞാൻ പറഞ്ഞു. ഐബാളിൻ്റെ UPS നമുക്ക് ഇതിൽ നിന്ന് മാക്സിമം 300 വാട്ടാണ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. ഇത് പാനലിൽ നിന്ന് വന്നിരിക്കുന്ന വയറാണ്. ആ പാനലിൽ നിന്ന് വയർ നമ്മൾ ആ 13.5 വോൾട്ടേജ് ബക്ക് ബൂസ്റ്റർ വഴി കണക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഔട്ട്പുട്ട് വയറാണ്. ഔട്ട്പുട്ട് സെക്ഷനിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഡിജിറ്റൽ മൾട്ടിമീറ്ററിൻ്റെ DC-യിലേക്ക് ഇട്ടു. അതിനുശേഷം പ്ലസ്സിലേക്കും മൈനസിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 13.4 വോൾട്ട്. ഈ വോൾട്ടേജ് ആണ് നമ്മൾ ഈ UPS-ലേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ UPS കുറച്ചുകൂടി വോൾട്ടേജ് കൂട്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലേക്ക് പോകാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം UPS കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ബക്ക് ബൂസ്റ്ററിൽ നിന്ന് 30 വോൾട്ടേജ് വരെ കിട്ടുന്ന വോൾട്ടേജ് വരെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇത് അതിൽ നിന്ന് മൈനസിലേക്കും കൊടുത്തു. അത് സോളാറിൽ നിന്ന് വരുന്ന ആ പ്ലസ്സിലേക്കും കൊടുത്തു. കറക്റ്റായിട്ട് ജോയിൻറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഡിലേ ഉണ്ടാവാൻ സാധ്യതയില്ല. ലൂസ് കണക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവരുത്. ഇനി നമുക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ UPS ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. UPS ഒന്ന് ഓൺ ചെയ്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി UPS കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് കണ്ടീഷനാണ്. ഇനി നമ്മൾ ഈ UPSൻ്റെ ഔട്ട്പുട്ട് നമ്മൾ AC ആണ് നമുക്ക് കിട്ടുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ബൾബ് എടുത്തിട്ട് ശേഷം ഇതിൻ്റെ ബാക്കിൽ 3 പിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ UPS ഏകദേശം 600 VA എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം നമുക്കൊരു 300 വാട്ട് വരെ നമുക്ക് ഇതിൽ നിന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് എടുക്കാൻ സാധിക്കും.
300 വാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഒരു LED TV ആണെങ്കിൽ തന്നെയാണെങ്കിൽ ഒരു 40 വാട്ട് ആ റേഞ്ചിന് മുകളിലേക്ക് എന്തായാലും ഇല്ല. പണ്ടത്തെ ടിവികളാണെങ്കിൽ 150 വാട്ട് ആ റേഞ്ചിൽ അടുത്തുണ്ടാവും. ഇപ്പോഴത്തെ ടിവികളും അതുപോലെ തന്നെ ഇതിപ്പോൾ ഏകദേശം 5 വാട്ടിൻ്റെ ബൾബാണ്. ഇത് ഞാൻ നിങ്ങളൊന്ന് കണക്ട് കാണിക്കാം. ഇപ്പോൾ 300 വാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യം ഒരു ബൾബുകൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ലോഡ് ചെയ്യാൻ സാധിക്കും. ബൾബുകൾ മാത്രം ലോഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഇനി ഫാനും കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാനും അതിനനുസരിച്ച് വാട്ടേജ് നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി. ഒരു നോർമൽ ഫാൻ ഏകദേശം 60 വാട്ട് അല്ലെങ്കിൽ 70 വാട്ടാണ് വരുന്നത്. അതല്ല BLDC ഫാനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 28 വാട്ടേ വരുന്നുള്ളൂ. ഇപ്പോൾ നോക്കുക, നമ്മൾ സോളാറിൽ നിന്ന് കൊടുത്തിരിക്കുന്ന UPSലെ ഔട്ട്പുട്ടാണ് നിങ്ങൾ കാണുന്ന AC 230 വോൾട്ട് AC ആ ബൾബിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് എത്ര ബൾബ് വേണമെങ്കിലും കൊടുത്ത് മാക്സിമം 300 വാട്ട്സ് വരെ നമുക്ക് ഇതിൽ നിന്ന് അറ്റ് എ ടൈമിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഒരു സോളാർ സിസ്റ്റം വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവരുടെ വീട്ടിലും ഒരു TV, ഒരു ലൈറ്റ്, ഒരു ഫാൻ ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു UPS വെച്ച് കഴിഞ്ഞാൽ തന്നെ, ഈ ഒരു UPS വെച്ചാൽ തന്നെ സോളാറും വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് ഏകദേശം ഒരു 9 മണി തൊട്ട് ഏകദേശം ഒരു 4:30 വരെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഈ രീതിയിൽ നമുക്ക് സോളാറിൽ നിന്ന് ഉപയോഗിച്ച് നമുക്ക് കറണ്ട് സേവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങളുടെ വീടുകളിൽ തന്നെ ചെറിയ രീതിയിൽ തന്നെ ഒരു സോളാർ സിസ്റ്റം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. എൻ്റെ ലിങ്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഫ്രണ്ട്സ്. ഓക്കെ.